കോളേജ് ഓഫ് നഴ്സിംഗിലെ വിദ്യാർത്ഥികൾ നടത്തുന്ന പൊതുജന ക്യാൻസർ ബോധവൽക്കരണത്തിന്റെ ഭാഗമായി നമ്മൾ ഇന്ന് തൊടുപുഴ ഹോളി ഫാമിലി ഹോസ്പിറ്റലിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുത്തെ ജനറൽ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജനായ ഡോക്ടർ ഗോപകുമാറിനോട് ബയോപ്സി സംബന്ധമായ ചില കാര്യങ്ങൾ നമുക്ക് ചോദിച്ചേക്കാം. നമസ്കാരം. നമസ്കാരം സർ. സർ, എന്താണ് ബയോപ്സി? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ ബയോപ്സി ചെയ്യുന്നത്? സാധാരണ ഒരു ബയോപ്സി എന്നുള്ള പദം നമ്മുടെ മനസ്സിലേക്ക് വരുന്നത് ക്യാൻസറുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ മുന്നിലേക്ക് വരുമ്പോഴാണ്. ക്യാൻസർ എന്ന് പറയുന്നത് സാധാരണ എന്നല്ല, ജനങ്ങൾക്കുണ്ടാകുന്ന രോഗങ്ങളിലൊന്നാണ്. അപ്പൊ അങ്ങനെ ക്യാൻസർ വന്ന ഒരാൾക്ക് നമ്മൾ ഈ സംശയിക്കുന്ന കാര്യമുണ്ടോ എന്നുള്ളത് നമുക്ക് പരിശോധിച്ച് തന്നെ അറിയേണ്ടതുണ്ട്. മനസ്സിലായോ? അപ്പോൾ നമ്മളുടെ ശരീരത്തിലെ ക്യാൻസർ എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിനുള്ളിൽ ഉള്ള തന്നെ നോർമൽ സെല്ലുകൾ അബ്നോർമലായിട്ട് വളർന്ന് അത് ഏതൊക്കെയോ തരത്തിൽ കൺവെർട്ട് ചെയ്ത് ഒരു വലിയ ഒരു മാസമായിട്ട് മാറുന്നതിനാണ്. അതാണ് ശരിക്കും ക്യാൻസർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു മുഴയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു എന്തെങ്കിലും ഒരു സംശയങ്ങളോ ഒരാൾക്ക് വരുമ്പോഴാണ് അയാളെ ഡോക്ടറെ കാണാൻ വേണ്ടി വരുന്നത്. അപ്പോൾ അയാളുടെ ശരീരത്തിലുള്ള മുഴ ക്യാൻസർ ആണോ എന്നുള്ളത് അറിയാൻ ആ മുഴയിൽ നിന്ന് തന്നെ കുറച്ച് കോശങ്ങൾ നമ്മളെടുത്ത് പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോൾ നമ്മളുടെ ശരീരത്തിലുള്ള ഒരു മുഴ സംശയകരമായിട്ടുള്ളതുണ്ടെങ്കിൽ അതിൽ നിന്ന് ആ മുഴയുടെ തന്നെ ഒരു ഭാഗം ആ മുഴയിൽ നിന്ന് തന്നെ മുറിച്ചു മാറ്റി മൈക്രോസ്കോപ്പിൽ വെച്ച് പരിശോധിച്ച് ആ പരിശോധന ചെയ്യുന്ന ഭാഗത്ത് ക്യാൻസറിന്റെ എന്തെങ്കിലും സാധ്യതയുണ്ടോ എന്ന് പരിശോധിക്കുന്ന ചികിത്സാ രീതിയാണ് ബയോപ്സി. എന്ന് പറഞ്ഞാൽ ഒരാൾക്കൊരു ക്യാൻസർ രോഗ സംശയം ഉണ്ടെങ്കിൽ അത് നിവാരണം ചെയ്യാനുള്ള ഏറ്റവും എഫക്റ്റീവായിട്ടുള്ള മാർഗമാണ് ബയോപ്സി. ഈ ബയോപ്സിയിൽ നമ്മൾ എടുക്കുന്നത് നമ്മൾ ഈ സംശയകരമായ രീതിയിലുള്ള മുഴയിൽ നിന്ന് അതിൻ്റെ തന്നെ ഭാഗമായ കുറച്ച് കോശങ്ങളായിരിക്കും. ആ കോശങ്ങൾ മൈക്രോസ്കോപ്പിൽ വെച്ച് പരിശോധിച്ചാൽ നമുക്ക് ആ പരിശോധിച്ച കോശങ്ങളിലെ ക്യാൻസറിന്റെ അംശമുണ്ടോ എന്ന് അറിയാൻ പറ്റും. ഇതാണ് ബയോപ്സി. പലതരം ക്യാൻസറുകൾ ഉണ്ടല്ലോ. അപ്പൊ എല്ലാ തരം ക്യാൻസറിലും നമ്മൾ ഒരേ രീതി തന്നെയാണോ ബയോപ്സി ചെയ്യുന്നത്? ഇപ്പൊ എന്നോട് ക്വസ്റ്റ്യൻ ചോദിച്ചത് പലതരം ക്യാൻസർ ഉണ്ടല്ലോ എന്ന് തന്നെയല്ലേ? അതിൽ തന്നെ ശരിക്കും അതിന്റെ ഉത്തരവുണ്ട്. ഓക്കെ, നമ്മളുടെ ഈ ബയോപ്സി എന്താണെന്ന് ഞാൻ പറഞ്ഞു. ഒരു ക്യാൻസർ ഉണ്ട് എന്ന് നമുക്ക് സംശയമുണ്ട്, അത് കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് ബയോപ്സി ചെയ്യുന്നത്. പലതരം ക്യാൻസർ ഉണ്ടല്ലോ എന്നുള്ള ക്വസ്റ്റ്യനും എന്നോട് ചോദിച്ചു. അപ്പോൾ ഈ ഓരോ ക്യാൻസറിനും ഓരോ തരത്തിലായിരിക്കും ബയോപ്സി ചെയ്യുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് തൈറോയിഡിൽ ഒരു ക്യാൻസർ സസ്പെക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ബ്രസ്റ്റിൽ ഒരു ക്യാൻസർ സസ്പെക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ വയറ്റിനുള്ളിൽ ചെറുകുടലിലോ വൻകുടലിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭാഗത്ത് നമ്മളൊരു ക്യാൻസർ സസ്പെക്ട് ചെയ്യുന്നു. ഇതൊന്നുമല്ല, വേറൊരു സെക്ഷനായിട്ട് ബ്ലഡ് ക്യാൻസർ സസ്പെക്ട് ചെയ്യുന്നു. ഇതൊക്കെ കൺഫർമേറ്ററി ടെസ്റ്റ് ആയിട്ടാണ് നമ്മളിപ്പോൾ ബയോപ്സിയെ കണ്ടിരിക്കുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ഞാനിപ്പോൾ ആദ്യം പറഞ്ഞതുപോലെ തൈറോയിഡ് അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസറുകളുടെ കൺഫർമേഷന് വേണ്ടിയിട്ട് നമുക്ക് അതിൽ നിന്ന് തന്നെ നേരിട്ട് കുത്തിയെടുത്ത് പരിശോധിക്കാൻ സാധിക്കും. അതിനെയാണ് ട്രൂ കട്ട് ബയോപ്സി എന്ന് പറയുന്നത്. ട്രൂ കട്ട് ബയോപ്സി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ബയോപ്സി ചെയ്യുന്നത് ആ ഒരു ടിഷ്യൂവിൻ്റെ ഒരു ട്രൂ കട്ടായിട്ട് തന്നെ എടുക്കുക. അതിനൊരു പ്രത്യേക നീഡിലും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതേ പ്രിൻസിപ്പിൾ നമുക്ക് പുറത്തുനിന്ന് കുത്തിയിട്ട് വയറ്റിനുള്ളിലെ ക്യാൻസറുകളുടെ റെപ്ലിക്ക എടുക്കാൻ സാധിക്കില്ല. അങ്ങനെയുള്ള കേസുകളിൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ ഒരു എൻഡോസ്കോപ്പി വഴി, ഒരു കോളനോസ്കോപ്പി വഴി അവിടെ ചെന്ന് നേരിട്ട് ആ ഭാഗം പരിശോധിച്ച് അവിടെ നിന്ന് ഒരു ബയോപ്സി കട്ട് ചെയ്തെടുക്കും. ഇപ്പോൾ തന്നെ പലതരത്തിലുള്ള ബയോപ്സികളായി. ഇതൊന്നുമല്ലാതെ ചിലപ്പോൾ നമ്മളുടെ ത്വക്കിൽ, സ്കിന്നിൽ ചിലപ്പോൾ നമ്മൾ ചെറിയ ക്യാൻസറുകൾ സംശയിക്കാറുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്ന കഥകളിൽ അല്ലെങ്കിൽ അങ്ങനെ വരുന്ന സെനാരിയോസിൽ നമ്മൾക്ക് അറിയേണ്ടതെന്ന് പറഞ്ഞാൽ ഒരു നോർമൽ ടിഷ്യൂവിൽ ഒരു വളർച്ച ഉണ്ടായിരിക്കുന്നു അല്ലെങ്കിൽ ഒരു നിറവ്യത്യാസം ഉണ്ടായിരിക്കുന്നു. അത്തരം സന്ദർഭങ്ങളിൽ നമ്മൾ ചില പ്രത്യേക ഏരിയകളിൽ ഒന്നുകിൽ ഈ വളർച്ച ഉണ്ടായ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ നിറവ്യത്യാസം ഉണ്ടായിരിക്കുന്ന ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ മുഴ പോലെ നിൽക്കുന്ന ഭാഗത്തു നിന്നോ അതിൻ്റെ ഉള്ളിൽ നിന്നൊരു ബയോപ്സി എടുക്കാം, അല്ലെങ്കിൽ അതിൻ്റെ എഡ്ജിൽ നിന്നൊരു ബയോപ്സി എടുക്കാം. അതുമല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സംശയിക്കുന്ന ആ മുഴയിൽ നിന്നും അതിനോട് ചേർന്നിരിക്കുന്ന നോർമൽ സ്കിന്നിൽ നിന്നും ബയോപ്സി എടുക്കാം. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഉള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഈ നോർമൽ സ്കിന്നിലേക്ക് ഇത് എന്തുമാത്രം ഇറങ്ങി ചെന്നിട്ടുണ്ട്, എത്രത്തോളം നോർമൽ സ്കിന്നിലേക്ക് ഇത് ബാധിച്ചിട്ടുണ്ട്, അത് കഴിഞ്ഞ് എത്ര ഏരിയ ഇത് ഫ്രീ ആണ്, അതായത് മാർജിൻ ക്ലിയറൻസ് എന്ന് പറയും.
ഓക്കെ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അത് വേറൊരു തരം ബയോപ്സിയാണ് എടുക്കുന്നത്, എഡ്ജ് ബയോപ്സി അല്ലെങ്കിൽ വെഡ്ജ് ബയോപ്സി. ചില പ്രത്യേകതരം ചെറിയ ചെറിയ ക്യാൻസറുകൾ, ഈ സ്കിന്നിനെ ബാധിക്കുന്ന ചെറിയ ക്യാൻസറുകൾക്ക് നമ്മൾ ആ ഒരു ലീഷൻ മുഴുവൻ എക്സസൈസ് ചെയ്ത് ബയോപ്സി ചെയ്യും. അങ്ങനെയുള്ള ബയോപ്സികൾ ശരിക്കും പറഞ്ഞാൽ ഡയഗ്നോസ്റ്റിക്കുമാണ്, ട്രീറ്റ്മെന്റിന്റെ ഭാഗമായിട്ടുള്ളതാണ്. തെറാപ്യൂട്ടിക് ബയോപ്സി എന്ന് പറയുന്നത് ചിലപ്പോൾ ആ ഒരു പ്രോസസ്സ് കഴിയുമ്പോൾ ക്യാൻസർ പൂർണ്ണമായിട്ടും മാറിയത്. അങ്ങനെയുള്ള ബയോപ്സികളുണ്ട്. പിന്നീട് ചില ബ്ലഡ് ക്യാൻസറുകൾ സംശയിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ബോൺ മാരോ ചെയ്യും. ഓക്കെ. അപ്പൊ അങ്ങനെ ഓരോ തരം ക്യാൻസറുകൾക്കും അതിനനുബന്ധിച്ചുള്ള അല്ലെങ്കിൽ അതിന് ഏറ്റവും അനുയോജ്യമായ ബയോപ്സികളാണ് നമ്മൾ ചൂസ് ചെയ്യുന്നത്. ഇതൊന്നുമല്ലാതെ വേറെ ഈ പ്രോസ്റ്റേറ്റ്, ഈ പുരുഷന്മാരിൽ ഉണ്ടാകുന്ന പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിക്ക് ഉണ്ടാകുന്ന ക്യാൻസർ ആണെന്നുണ്ടെങ്കിൽ ഈ പ്രോസ്റ്റേറ്റ് ഗ്രന്ഥിയിൽ നമ്മൾ എത്തി ബയോപ്സി എടുക്കണം. അത് ചിലപ്പോൾ അൾട്രാസൗണ്ട് ഗൈഡഡ് ആയിട്ട് രക്തത്തിൽ കൂടെ അൾട്രാസൗണ്ട് കയറ്റി അവിടുന്ന് പെർപെൻഡിക്കുലറായിട്ട് ബയോപ്സി എടുക്കും. അങ്ങനെ ഗൈഡഡ് ബയോപ്സികളും നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ മനസ്സിലായില്ലേ? ഓരോ തരം ക്യാൻസറിനും അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന ബയോപ്സികളും ബയോപ്സിയുടെ രീതികളും വ്യത്യാസമായി. സർ, ഇപ്പോൾ ഒരാൾ എന്റെ കഴുത്തിൽ മുഴയുണ്ട്, അത് ബയോപ്സി ചെയ്യണമെന്ന് ചോദിച്ചു വരികയാണെങ്കിൽ സാറിന് അവരോട് എന്താ പറയാനുള്ളത്? വളരെ നല്ലൊരു ക്വസ്റ്റ്യനാണ്. കാരണം കുറേ കാര്യങ്ങൾ അതിനകത്ത് വരുന്നുണ്ട്. ഇപ്പോൾ ഒരു കഴുത്തിലൊരു മുഴയുണ്ട്, ബയോപ്സി ചെയ്യണോ എന്ന് ചോദിച്ചൊരാൾ വരുമ്പോൾ ചെയ്യണമെന്ന് തന്നെയാണ് ഉത്തരം. പക്ഷെ അതിനകത്ത് എനിക്ക് ആഡ് ചെയ്യാനുള്ള 1-2 കാര്യങ്ങളുണ്ട്. അതായത് നമ്മൾ ഈ ബയോപ്സി ചെയ്യുന്നത് എല്ലാം ക്യാൻസറുകൾ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമല്ല, അത് പല ആൾക്കാർക്കും അറിയാത്ത ഒരു കാര്യമാണ്. ഉദാഹരണമായിട്ട് TB, ഇപ്പോൾ സാർക്കോയിഡോസിസ്, അങ്ങനെയുള്ള ചില ഡിസീസസ് പോലും നമ്മൾ ബയോപ്സി ചെയ്യുന്നതിലൂടെ കണ്ടുപിടിക്കും. ഇപ്പോൾ കുട്ടി ചോദിച്ചതുപോലെ ഇപ്പോൾ കഴുത്തിലൊരു മുഴയുണ്ട്, അത് ചിലപ്പോൾ TBയുടെ ലക്ഷണമാവാം. അങ്ങനെയുള്ള ആൾക്കാർ നമ്മൾ അവരുടെ കഴുത്തിൽ എവിടെയാണോ മുഴയുള്ളത് ആ മുഴ പൂർണ്ണമായിട്ടും എടുത്ത് TBയുമായിട്ട് ബന്ധപ്പെട്ട പരിശോധനകൾക്കായിട്ട് അയക്കുന്നു. അതുകൂടാതെ ഈ സെയിം സ്പെസിമെനിൽ നിന്ന് തന്നെ ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾക്ക് എന്താണോ സംശയമുള്ളത് അതുമായിട്ട് ബന്ധപ്പെട്ട പരിശോധനയ്ക്കും കൂടി അയക്കുന്നു. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ, ഒരു ബയോപ്സി എന്ന് പറയുന്നത് ക്യാൻസർ കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രമുള്ള ഒരു കാര്യമല്ല എന്നുള്ളത്. പിന്നീട് ഇതിൻ്റെ കൂടെ ചേർത്ത് എനിക്ക് പറയാനുള്ള കാര്യം, ബയോപ്സി ചെയ്യുന്നത് ചിലപ്പോൾ ഒരു വളരെ ഈസിയായ പ്രൊസീജിയറായിട്ട് ചെയ്യാൻ പറ്റും. ഈ പറഞ്ഞതുപോലെ കഴുത്തിലുള്ള മുഴകളൊക്കെയാണ്, കുറച്ച് ആഴത്തിലുള്ള മുഴകളൊക്കെയാണ്, അപ്പോൾ അത് ആ ഭാഗം മാത്രം മരവിപ്പിച്ച് ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ആ രോഗിക്ക് പൂർണ്ണമായ മയക്കം നൽകി ഓപ്പറേഷൻ തിയേറ്ററിൽ കൊണ്ടുപോയി സമയമെടുത്ത് ചെയ്യേണ്ട ഒരു പ്രോസസ്സായിട്ട് അത് മാറും. പക്ഷേ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇപ്പോൾ ബ്രസ്റ്റ് ക്യാൻസർ സസ്പെക്ട് ചെയ്യുന്നു, തൈറോയിഡ് സസ്പെക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ശരീരത്തിൻ്റെ സർഫസിലുള്ള എന്തെങ്കിലും ഭാഗത്ത് മുഴകളൊക്കെ വരുന്നു, അങ്ങനെയുള്ള കേസുകളിൽ നമുക്ക് ട്രൂ കട്ട് ബയോപ്സി എടുക്കാം. അതൊരു OP പ്രൊസീജിയറാണ്. പേഷ്യൻ്റ് വരുന്നു, നമ്മൾ എവിടെ വെച്ചാണോ ട്രൂ കട്ട് ബയോപ്സി ചെയ്യുന്നത് അവിടെ നിന്ന് ട്രൂ കട്ട് ബയോപ്സി ചെയ്യുന്നു. രോഗിയെ അരമണിക്കൂറിനുള്ളിൽ അല്ലെങ്കിൽ 1 മണിക്കൂറിനുള്ളിൽ ഒന്ന് നിരീക്ഷിച്ച ശേഷം വീട്ടിലേക്ക് വിടും. ഈ ഒരു ബയോപ്സി ചെയ്ത് വീട്ടിലേക്ക് വിടുന്ന രോഗി എന്ന് പറയുന്നത് അവർക്ക് മറ്റു പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല. ആ ഒരു ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ചെറിയ മുറിവ് ശ്രദ്ധിക്കുക എന്നുള്ളത് മാത്രമാണ്. ചില ആൾക്കാർക്ക് മാത്രം നമ്മൾ ആൻറ്റിബയോട്ടിക് കൊടുത്തു വിടും. പക്ഷേ മിക്കവാറും ഉള്ള രോഗികൾക്കൊന്നും തന്നെ ഒരു ആൻറ്റിബയോട്ടിക്കിൻ്റെ പോലും ആവശ്യം വേണ്ടി വരുന്നില്ല. വീട്ടിൽ ചെന്ന് പിറ്റേ ദിവസം തന്നെ അവർക്ക് ആ ഭാഗത്തെ ഡ്രസ്സിങ് ഇളക്കി മാറ്റി ആ ഭാഗം കഴുകി വൃത്തിയാക്കി അവരുടെ സാധാരണ ജോലിയിലേക്കോ അല്ലെങ്കിൽ സാധാരണ നിലയിലുള്ള ജീവിതത്തിലേക്കോ തിരിച്ചു പോകാവുന്നതാണ്. ഇങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുക എന്നുള്ള അവബോധം അവർക്ക് ഉണ്ടാകണം എന്ന് മാത്രമേ ഉള്ളൂ. സാർ, ഇപ്പോൾ ഒരാള് ബയോപ്സി ചെയ്തു, അതിന്റെ റിസൾട്ട് വന്നു, അതിന്റെ റിസൾട്ട് എന്ത് തന്നെ ആയാലും അത് 100% നമുക്ക് വിശ്വസനീയമാണോ? ഒരു വളരെ നല്ല ക്വസ്റ്റ്യൻ ആയിരുന്നു. അതായത് ഇപ്പോൾ ഒരു സെനാരിയോ ഞാൻ പറയാം. ഒരു വ്യക്തി, ഒരു സ്ത്രീ ഇപ്പോൾ എൻ്റെ അടുത്ത് വരികയാണ്, പുള്ളിക്കാരിക്ക് ഒരു ബ്രസ്റ്റ് ക്യാൻസർ സസ്പെക്ട് ചെയ്യുന്നു. അപ്പോൾ ഞാൻ ആ രോഗിയെ പരിശോധിച്ച് നോക്കിയപ്പോൾ എനിക്ക് ക്ലിനിക്കലി ഒരു ചെറിയ ഒരു തടിപ്പ് പോലെ അദ്ദേഹത്തിൻ്റെ മാറിടത്തിൽ തോന്നി. അപ്പോൾ ഞാൻ ആ പേഷ്യൻറ്റിനെ ബയോപ്സി ചെയ്തു. ബയോപ്സി ചെയ്തിട്ട് അതിൻ്റെ റിസൾട്ട് വന്നത് നെഗറ്റീവ് ആണെന്നിരിക്കട്ടെ, അവിടെ ഒരു ചെറിയ പ്രശ്നമുണ്ട്. കാരണം ഒരാളുടെ ശരീരത്തിൽ ഒരു ക്യാൻസർ തുടങ്ങുന്നത് ഒരു വളരെ ചെറിയ ഒരു പോയിന്റിൽ നിന്നായിരിക്കും. ചിലപ്പോൾ ഒരു മില്ലിമീറ്റർ മാത്രം വലിപ്പമുള്ള ഒരു പോയിന്റിൽ നിന്നായിരിക്കും. അതാണ് പിന്നീട് വളർന്ന് 1 സെൻറ്റിമീറ്ററായി
അത് പിന്നെ 2 സെന്റിമീറ്ററായി, 3 സെന്റിമീറ്ററായി, 4 സെന്റിമീറ്ററായി, അങ്ങനെ വളർന്നിട്ടാണ് നമ്മൾ നിലവിൽ പരിശോധനയ്ക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ളൊരു മുഴയായിട്ട് മാറുന്നത്. അപ്പം അങ്ങനെ ഒരു മുഴയായിട്ട് മാറി അതിൽ നിന്ന് തന്നെ, അതായത് ആ മുഴയിൽ നിന്ന് തന്നെ കൃത്യമായിട്ട് നമുക്ക് ആ നീഡില് പ്രവേശിപ്പിച്ച് ബയോപ്സി എടുക്കാൻ സാധിച്ചാൽ മാത്രമേ നമുക്ക് അതിൻ്റെ നിന്ന് റിസൾട്ട് പോസിറ്റീവായിട്ട് കിട്ടുള്ളൂ. പക്ഷേ നമ്മളുടെ ഈ നീഡിൽ കയറുന്നതിനേക്കാൾ വലിപ്പം കുറഞ്ഞ മുഴകൾ, ചിലപ്പോൾ ഡെവലപ്പ് ചെയ്ത് വരുന്ന മുഴകൾ, അതിൽ നിന്ന് പലപ്പോഴും നമുക്ക് ഈ ട്രൂ കട്ട് ബയോപ്സി എടുക്കാൻ സാധിച്ചു എന്ന് വരില്ല. നമ്മൾ ഈ കുത്തി ഉള്ളിലേക്ക് വെക്കുന്ന നീഡിൽ ചിലപ്പോൾ ചെല്ലുന്നത് ഈ ക്യാൻസറസ് ആയിട്ട് ഡെവലപ്പ് ചെയ്യുന്ന പോയിന്റിൻ്റെ സൈഡിലോ അപ്പുറത്തോ ഇപ്പുറത്തോ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൽ നിന്നൊരു റിപ്ലിക്ക കിട്ടില്ല. അങ്ങനെയുള്ള കോശങ്ങൾ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ നമ്മളുടെ റിസൾട്ട് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ഒരു ബയോപ്സി എടുത്തു, അല്ലെങ്കിൽ ട്രൂ കട്ട് ബയോപ്സി എടുത്തു, അതിൽ നെഗറ്റീവ് വന്നു എന്ന് കരുതി അത് 100% നെഗറ്റീവ് ആയിരിക്കണമെന്നില്ല. പക്ഷേ ഇങ്ങനെ ഒരു ബയോപ്സി എടുത്തിട്ട് അതിനകത്ത് പോസിറ്റീവാണ് അല്ലെങ്കിൽ സംശയകരമായ സാഹചര്യത്തിലാണ് എന്ന റിസൾട്ട് വന്നു കഴിഞ്ഞാൽ നമ്മളത് കൂടുതൽ പരിശോധനയ്ക്ക് തീർച്ചയായിട്ടും പോകണം. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെഗറ്റീവ് റിസൾട്ടാണ് വന്നത്, പക്ഷേ എന്തൊക്കെയോ സംശയങ്ങളുണ്ട് എന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള രോഗി കൃത്യമായിട്ട് ഫോളോ അപ്പിലിരിക്കേണ്ട ആവശ്യമുണ്ട്. കാരണം ഏതെങ്കിലും ഒരു സമയത്ത് ഇത് വളർന്ന് നമുക്ക് എടുക്കാൻ പാകത്തിനുള്ളൊരു സൈസ് ആകുമ്പോൾ നമുക്ക് ആ ഭാഗത്ത് നിന്ന് കൃത്യമായിട്ട് ബയോപ്സി കിട്ടും. ഇതാണ് ഇതിൻ്റെ ഒരു പ്രിൻസിപ്പിൾ. സർ, എനിക്കറിയാവുന്ന ഒരു വ്യക്തിക്ക് ഇതുപോലൊരു മുഴയുണ്ടായിരുന്നു. അവരിങ്ങനെ ബയോപ്സി ചെയ്യണമെന്ന് കേട്ടപ്പോൾ പിന്നീട് അവർക്ക് പേടിച്ച് ഡിപ്രഷനിലേക്ക് പോയവര്. അപ്പൊ നമ്മൾ ഈ ബയോപ്സി എത്രമാത്രം ഭയക്കേണ്ട ആവശ്യമുണ്ടോ? ശരി, ഒരു രോഗി അവരുടെ ശരീരത്തിൽ ഒരു മുഴയുണ്ടെന്ന് മനസ്സിലാക്കുകയും ഒരു ഡോക്ടറെ കണ്ടിട്ട് ബയോപ്സി വേണമെന്ന് പറയുകയും ചെയ്യുന്നത് ഇറ്റ്സ് എ നോർമൽ പ്രോസസ്സ്. അങ്ങനെയുള്ള ആ ഒരു രോഗി ഡിപ്രഷനിലേക്ക് പോയി എന്ന് പറഞ്ഞു. അപ്പോൾ ആ രോഗി ഡിപ്രഷനിലേക്ക് പോയത് ഈ ബയോപ്സിയെ പേടിച്ചിട്ടല്ല, മറിച്ച് ആ രോഗത്തോടുള്ള ഭയം കാരണം. അപ്പോൾ എൻ്റെ ശരീരത്തിലൊരു ക്യാൻസർ വരാൻ പോകുന്നു, അതിനെ ഞാനിനി എങ്ങനെ നേരിടും എന്നുള്ള പേടിയും ആകാംക്ഷയും ഒക്കെ കാരണമാണ് ആ വ്യക്തി ഡിപ്രഷനിലേക്ക് പോയത്. ഈ ഒരു കഥയിൽ സൂചിപ്പിച്ചതുപോലെ നമ്മളൊന്നും ഈ ബയോപ്സി എടുക്കുന്നു എന്ന് കരുതിയിട്ട് ഡിപ്രഷനിലേക്ക് പോകേണ്ട ഒരു കാര്യമില്ല. കാരണം ഇതൊരു ചെറിയ പ്രൊസീജിയറാണ്. ഒരു മുഴ നമ്മുടെ ശരീരത്തുണ്ട്, അല്ലെങ്കിൽ ഒരു ക്യാൻസർ സസ്പെക്ട് ചെയ്യുന്ന ഒരു ഏരിയ നമ്മുടെ ശരീരത്തുണ്ട് എന്നുണ്ടെങ്കിൽ അതിൽ നിന്നൊരു ഭാഗം എടുത്ത് പരിശോധിക്കുക എന്നുള്ളത് മാത്രമാണ് ബയോപ്സിയിൽ ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ടെസ്റ്റിൽ നമ്മൾക്ക് കിട്ടുന്നത് ഇതിൻ്റെ ഒരു റിസൾട്ട് മാത്രമാണ്. മറിച്ച് അങ്ങനെ ഒരു സംഭവം ഉണ്ടായാൽ, അങ്ങനെ ഒരു സിനാരിയോ നമ്മുടെ മുമ്പിൽ ഉണ്ടായാൽ അതിനെ ഫേസ് ചെയ്യാനുള്ള ഒരു ധൈര്യം ആ സമയത്ത് നമ്മൾ ആർജിച്ചെടുക്കുകയാണ് വേണ്ടത്. അല്ലാതെ ബയോപ്സി എന്ന് പറയുന്നത് ഒരു പേടിക്കേണ്ട സംഗതിയല്ല. ഇൻ കേസ് കുത്തിയെടുക്കുകയാണെങ്കിൽ തന്നെ ആ ഭാഗം മരവിപ്പിച്ച് വേദനരഹിതമായ രീതിയിൽ തന്നെ മാത്രമായിരിക്കും അത് ചെയ്യുന്നത്. അങ്ങനെ ഒരു പേടി നിങ്ങൾക്ക് ആർക്കും ഉണ്ടാകണ്ട. മറിച്ച് ഒരു ക്യാൻസർ സസ്പെക്ട് ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാൻസറിനെ കുറിച്ച് കൂടുതൽ അറിയാൻ ശ്രമിക്കുക, അതിനെക്കുറിച്ച് ബോധവാനായിരിക്കാൻ ശ്രമിക്കുക, അതിനെ നേരിടാനുള്ള ഒരു മനക്കെട്ടി നമ്മൾ ഉണ്ടാക്കിയെടുക്കുക. അതിന് നമ്മളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളും വീട്ടുകാരും സമൂഹവും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും സഹായിച്ചേ മതിയാവും. ഇതായിരിക്കട്ടെ ഈ ഒരു ക്യാൻസർ ബോധവൽക്കരണ പരിപാടിയുടെ സന്ദേശമായി പോകേണ്ടത്. താങ്ക് യു. ഇത്രയും നേരം തന്റെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി മാറ്റിവെച്ച് നമുക്കുണ്ടായിരുന്ന ബയോപ്സിയെ പറ്റിയുള്ള സംശയങ്ങളെല്ലാം ദൂരീകരിച്ചു തരുന്നതിന് സമയം കണ്ടെത്തിയ സാറിന് ഒരുപാട് നന്ദി. താങ്ക് യു.